അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം ചതുർധാമങ്ങൾ യാത്ര ചെയ്യുക. അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. തന്നെ 6 മാസമേ ഈ ധാമങ്ങളിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത് ഋഷികേശിലെത്തുക. പിന്നെ ഇവിടുന്ന് ചെയ്യുന്ന മാതിരി ഈ ട്രാവൽ ഏജൻസികളെ ഒന്നും പിന്നാലെ പോകണ്ട. അവരൊക്കെ ഹെവി ചാർജ് ചെയ്യുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഋഷികേശിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് അവിടെയാണ്. 100 കണക്കിന് ഹോട്ടലുകളുണ്ട്. ഇവർക്കൊക്കെ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്കൊക്കെ സ്വന്തമായിട്ട് 2-3 തരം വാഹനങ്ങളുണ്ടാവും. വലിയ വണ്ടി, ചെറിയ വണ്ടി, മാരുതി വരെ. അതെന്താ വെച്ചാൽ അത് ഇതിൻ്റെ ഈ ഹോട്ടൽ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ ചെല്ലുന്ന 2 ആളുള്ളൂ. ഇവിടെ കാണുന്ന മാരുതി ഓൾട്ടോ മതി. ഒരു ഡ്രൈവറും വണ്ടിയും, ഡീസൽ അവരടിക്കും, പെട്രോൾ എന്താ വെച്ചാൽ അവരടിക്കും. ഒരു 2750 രൂപ പെർ ഡേ, അല്ലെങ്കിൽ 3000 ചിലവർ പെർ ഡേ. ഈ 3 ദിവസം 5 ദിവസം കൊണ്ട് ഈ 4 ധാമങ്ങളും ചെയ്തു തരാം. ഋഷികേശിൽ നിന്ന് ദേവപ്രയാഗ് വഴി കേദാർനാഥ്, അവിടുന്ന് തിരിച്ചു വന്ന് യമുനോത്രി, ഗംഗോത്രി, ബദ്രീനാഥ്. ഈ അവർ 5-6 ദിവസമേ ഉണ്ട്. അവർ 3000 ഡെയിലി അല്ലെങ്കിൽ 3500 ഡെയിലി എന്ന് പറഞ്ഞാൽ 5 ദിവസം തന്നെ വയ്ക്കുക. 13, 15, 5000, 2.5, ഒരു 17,500 അല്ലേ, അത് ഒരു 16,000 ഒതുങ്ങും. അപ്പോൾ എത്ര ആൾക്ക് പോവാം? ഒരു മാരുതിയിൽ എന്തായാലും 2-4 ആൾക്ക് പോവാം. അപ്പോൾ ഓരോരുത്തർക്ക് എത്രയും സോ ഈസി. കാരണം പിന്നെ അവർ കൊണ്ടുപോകുമ്പോൾ എന്താ വെച്ചെന്ന് വെച്ചാൽ അവർക്ക് ഈച്ച് ആൻഡ് എവറി പ്ലേസ് തറവാണ്. അവിടുത്തെ ലോക്കൽ ബ്രാഹ്മിൻസാണ് അവർ. ഭക്ഷണം ഫ്രീ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, നല്ല ഫുഡ്. ആ നേരത്തെ അവിടേക്ക് കൊണ്ടുപോരും. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ചിലവില്ല, മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ ഒരു 4 പേര് പോകുമ്പോൾ ഒരു ദിവസം 3000, 3500 തന്നെ വെച്ചോ, 3000 വെച്ചോ. 5 ദിവസം കൊണ്ട് 15,000 രൂപയേ ഉള്ളൂ. ആ 15,000 4 ആൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കൂ എത്രയും. അതിന് പകരം ഇവിടുന്ന് ചെയ്യുന്നത് 15,000 രൂപ ഒരാൾക്ക് 4 ധാമങ്ങളിൽ പോകാൻ, 20,000 രൂപ. ഈ രീതിയിൽ കൊള്ളയടിക്കുകയാണ് അവർ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇപ്പൊക്കെ മാറി, പിന്നെയും ട്രെൻഡ് മാറി. ചില ഹോംലി ഗ്രൂപ്പുകളുണ്ട് അവിടെ വന്ന് തൊട്ടടുത്ത മലകളിലൊക്കെ അക്കോമഡേഷൻ ഉണ്ടാക്കി വീടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള 2-3 സ്ഥലത്ത് അവർക്ക് വാഹനമുണ്ട്, ചെറിയ വാഹനങ്ങൾ, മാരുതി അല്ല, ചിലപ്പോൾ അതിന് വലിയ ടൈപ്പുള്ളത്. 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് 6 പേർക്ക് അവർ ഫുഡ് അവർ കൊടുക്കും. കൂടെ ഗൈഡായിട്ട് ഒരാൾ വരും. ആ ഗ്രഹനാഥൻ തന്നെ വരും. ഇന്ന പോയിന്റിൽ നിന്ന് ഇപ്പോൾ ആദ്യം ചതുർധാമം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ദേവപ്രയാഗ്, അവിടുന്ന് പോയി കേദാർനാഥ്, അത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് യമുനോത്രി, ഇങ്ങോട്ട് വന്ന് ഈ ഭാഗത്ത് കൂടെ ഗംഗോത്രി, അവസാനം ഗോമുഖ് പോകണവരെ ഗോമുഖ് പോവാം. എവിടേക്ക് വേണമെങ്കിൽ അവർ കൂടെ വരും. കുടുംബണവർ 2-3 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ അവർ ആദ്യം തന്നെ ഉണ്ടാക്കി കൈവശം വയ്ക്കും. അതിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ചപ്പാത്തി സാധനങ്ങളൊക്കെ ഈ കേടുവരില്ല, ക്ലൈമറ്റും അങ്ങനെയാണല്ലോ. പിന്നെ അത്യാവശ്യം കറികളൊക്കെ അവർ ഈ താമസിക്കുന്നവർ തന്നെ ഉണ്ടാക്കും. ഒരു സ്റ്റൗ ഉണ്ടാവുകയില്ല കാറിൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചെന്ന് വെച്ചാൽ ചുരുങ്ങിയ ചാർജേ വരുള്ളൂ. ഇപ്പോൾ ഇവിടുന്നൊക്കെ ട്രാവൽ ഏജൻസിക്കാരൊക്കെ കൊണ്ടുപോകുന്നത് എന്തൊരു റേറ്റാണെന്ന് അറിയാമോ? അത് കാരണം ആൾക്കാരുകൾ ഇത്രയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവില്ല. ഈ ബസ്സിൽ ഇപ്പോൾ ഇവിടുന്ന് 19 ആളെ 60 ആളെയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുകളുണ്ട്. ഡൽഹി വരെ തീവണ്ടിയിൽ പോകും, ഡൽഹിയിൽ നിന്ന് ബസ് എടുത്ത്. ഇതൊക്കെ എക്സോർബിറ്റൻറ്റ് പ്രൈസ് കാശാണ് അവർ വാങ്ങിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ 4 ആൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഫുഡിൻ്റെ കാര്യം ചിലവില്ല.
ഒക്കെ ആശ്രമങ്ങളുണ്ട്, അവർക്കറിയാതെ. പിന്നെ തന്നെയല്ല, ഈ ബ്രാഹ്മിൻസ് ഡ്രൈവേഴ്സായ കാരണം ഓരോ സ്ഥലത്തും തൊഴിലാനുള്ള സ്ഥലങ്ങൾ അത് അവിടെയൊക്കെ പ്രയോറിറ്റി കിട്ടും. അപ്പോൾ ഭംഗിയായിട്ട് യാത്ര ചെയ്ത് വിശ്വാസമായിട്ട് പോരാം. പിന്നെ ഫുഡ് വയറിന് കേടില്ലാത്ത തരത്തിലുള്ള ഫുഡാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഹിമാലയ യാത്രകളിൽ പോകുമ്പോൾ നല്ല നല്ല ഏരിയകളിൽ വരുമ്പോൾ ട്രൈ ടു ടേക്ക് തൈര്. അത് കഴിച്ചാൽ തന്നെ ആയുസ് നീണ്ടിടുന്നുള്ള പറഞ്ഞ മാതിരിയാണ്. തൈരിൽ മഞ്ഞൾ, നല്ല ലോക്കൽ മഞ്ഞളുകൾ വരും, മഞ്ഞൾപ്പൊടി. ആ ഊണിൻ്റെ കൂടെ അതുമാതിരിയുള്ള കറികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയെ നമ്മൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭർത്താവ് വണ്ടി ഓടിക്കും, നമ്മളെ 3 പേരോ 4 പേരോ 5 പേരോ 10 പേരോ വേണം, വലിയ വാഹനം ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മറ്റവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോണവരെ ഒരു ട്രാവൽ ഏജൻസിയും അന്വേഷിച്ച് പോകണ്ട. ഇവിടുന്ന് നേരിട്ട് ഋഷികേശിലേക്ക് ട്രെയിനുണ്ട്. ഇനിയിപ്പോൾ അതല്ല ഫ്ലൈറ്റിൽ പോകണവർക്കാണെങ്കിൽ ഡൽഹി വരെ ഫ്ലൈറ്റ് പോയി ഋഷികേശിലേക്ക് ബസ്സിന് വരാം. ഋഷികേശിലേക്ക് നേരിട്ട് വണ്ടിയുണ്ട് ഹരിദ്വാർ വരെ. അവിടെ ചെന്നാൽ ഇഷ്ടംപോലെ, ഇപ്പോൾ ഇതൊന്നും പരിചയമില്ലാത്തവരൊക്കെ തന്നെ വേണ്ട ഹോട്ടലുകളുണ്ട്. അയ്യപ്പ ക്ഷേത്രമുണ്ട്, പിന്നെ പയ്യന്നുകാരുടെ അവിടെയൊക്കെ അക്കോമഡേഷൻ ഫ്രീ ആണ്. ഇതൊന്നും ഇവിടെ ആൾക്കാർക്ക് അറിയില്ല. ഫുഡ് ഒരു കുഴപ്പമില്ല, കാരണം ആശ്രമങ്ങൾ വേണ്ട ആശ്രമങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ തന്നെ വെച്ചാൽ എത്രയേ വരുള്ളൂ. അവിടെ ചെല്ലുന്നു, ഇതുമാതിരി ഏതെങ്കിലും ഒരു വാഹനം ഏർപ്പാടാക്കുക. ഇപ്പോൾ 4 പേരുള്ളൂ, 3 പേരുള്ളൂ, ഒരു മാരുതി അല്ലെങ്കിൽ മാരുതിയുടെ വലിയ വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഒക്കെ ഏതാണ്ട് ഈ റേഞ്ചേ വരുള്ളൂ. ഒരു 3000 രൂപ 3500 രൂപ വലിയ വാഹനമാണ്. 4000 രൂപയാണെങ്കിൽ ഈ 8 പേർക്ക് 10 പേർക്കൊക്കെ പോകുന്ന വലിയ വണ്ടികളുണ്ട്. അപ്പോൾ എത്ര പേരായി അതൊന്ന് ഭാഗിച്ച് നോക്കൂ. അത് ഫുഡിന് ചിലവില്ല അവരുടെ കൂടെ പോയാൽ. എല്ലാ ആശ്രമങ്ങളും അവർക്കറിയാം, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യമായിട്ട് പോണവർക്ക് ട്രെയിനിന് ഡൽഹിയിൽ ഹരിദ്വാർ ഋഷികേശിലെത്തുക, ഇത്രയല്ലേ ചിലവ് വരുള്ളൂ. പിന്നെ അവിടുന്ന് ഈ ഷെയറിങ് ഈ ഇതുമാതിരി വണ്ടി പിടിച്ച് കൂടെയുള്ളവരും എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ ചുരുങ്ങിയ ചിലവിൽ 4 ധാമങ്ങളും കണ്ട് തിരിച്ചു വരാം. ഗംഗോത്രി, യമുനോത്രി, ഗോമുഖ്, ബദരിനാഥ്. ഇനി അതല്ല പഞ്ചകേദാരങ്ങൾ പോകണോ, അത് ഈ സെയിം റൂട്ടാണ്, അതും ചെയ്തു തരാം. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ബസ്സിന് ഡൽഹിയിൽ അസംബിൾ ചെയ്യിക്കുന്നു. ഇവിടുത്തെ ട്രാവൽ ഏജൻസികളുടെ പണികളാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഡൽഹിയിൽ നിന്ന് അവരെ പ്രത്യേക ബസ്സുകളുണ്ട്, എയർ കണ്ടീഷൻ ബസ്സുകളൊക്കെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഡോർമിറ്ററി ഒക്കെ തൽക്കാലം ഒരു ദിവസത്തേക്കല്ലേ വേണ്ടു. ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഇവർ തന്നെയാണ്. അപ്പോൾ ഈ ഡൽഹിയിലുള്ള ട്രാവൽ ഏജൻസികൾ, ഹരിദ്വാറിലുള്ളവരൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരും തുടങ്ങിയിട്ടത്. അപ്പോൾ ഈ ബസ്സിൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് കിറ്റുകൾ ഫുഡിൻ്റെ ഉണ്ട്. റേഷൻ സാധനങ്ങൾ, അരി, സകല സാധനം, പായസത്തിനുള്ളത്, ഇല വരെയുണ്ട്, കെട്ടല വരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു, ഇവിടെ എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദേവദാരു മരങ്ങളൊക്കെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ വണ്ടി നിർത്തുക. കുക്കുമാർ ദഹനം തുടങ്ങി. അത് സാമ്പാർ, അവിയൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പായസം ഉണ്ടാവും, തൈരുണ്ട്, എല്ലാം ഉണ്ടാവും. ഇത് വയറ് നിറച്ച് കൊടുക്കും. അത് കഴിഞ്ഞാൽ ടീ ടൈമിൽ നല്ല ഉപ്പുമാവ് സാധനങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു ടീ ടൈം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴോ ഇതൊക്കെ തിന്നിട്ട് ഈ ബസ്സിലിരിക്കുകയാണല്ലോ. ഏറ്റവും ലൈറ്റ് ഫുഡ് കഴിക്കുകയാണ് വേണ്ടത് ഈ ട്രാവലിങ്ങിലേ. പിന്നെ ഒന്നിനും ഉന്മേഷം ഉണ്ടാവില്ല, കാഴ്ച കാണാനോ അമ്പലത്തിൽ പോകാനോ ഒന്നും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഫീഡ് ചെയ്തു. ഇതന്നെ പായസമൊക്കെ എന്ന് പറഞ്ഞാൽ സേമിയ പായസം, പാൽപ്പായസം, അതൊക്കെയാണ് ഉണ്ടാക്കണത്. ഇതൊക്കെ കിട്ടിയാൽ കഴിക്കാണ്ടിരിക്കുക ആരെങ്കിലും. അതോടുകൂടി നമ്മൾ
ഉന്മേഷം പോയി. അവിടെ തണുപ്പാണ്, മുഴുവൻ തണുപ്പാണ്. ഈ തണുപ്പിൻ്റെ കൂടെ ഇത്രയും ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഊർജം നമ്മളിൽ നിന്ന് പോവാണ്. തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണം ഊർജം, മനസ്സിലായില്ല? അപ്പോൾ ഇതൊക്കെ കൂടി വരുമ്പോൾ അതുകൊണ്ട് കണ്ടുകൊണ്ട് പോരാന്ന് പറയും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് ഈ 4 ധാമങ്ങളിൽ പോവാം. സാറിപ്പോൾ ഏതാണ്ട് ഒരു ഇതിനോടകം തന്നെ ഒരു 100 ചില്ലുവാനും പ്രാവശ്യമെങ്കിലും ഹിമാലയ യാത്ര നടത്തിയിട്ടുണ്ടെന്ന്. മോർ ദാൻ ദാറ്റ്. അതെ. യോയ്സ്. അപ്പോൾ പിന്നീടുള്ള യാത്രകളൊക്കെ ഈ കൈലാസം വരെയുള്ള യാത്രകളായിരുന്നോ അതോ? അതല്ല, ചെറിയ ചെറിയ ഡെസ്റ്റിനേഷനുകൾ. അതെ, കുറേ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പല യാത്രകളിലും ഹിമാലയൻ ഒരുപാട് ചാരിറ്റി ചെയ്യാറുണ്ട്. അതിൻ്റെ പുസ്തകത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പോർഷൻ ഞാൻ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ബുക്കിലത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് വെച്ചാൽ ഈ മഞ്ഞുകാലത്തിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വീടുകളാണ് ഈ പരമദരിദ്രർക്ക്. അത് അവർ ഈ ടെമ്പററി ഷീറ്റൊക്കെ വെച്ച് ഒരു കൂരയൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ മഞ്ഞുകാലത്ത് തകർന്നു പോകും. മഞ്ഞ് കണ്ടിട്ട് 6 മാസം മഞ്ഞുകാലം തന്നെയാണ് കൃത്യം. ബാക്കി 6 മാസമേ സീസൺ നല്ലതുള്ളൂ. ഈ 6 മാസം പണിയെടുത്തിട്ട് വേണം ഈ ജീവിതം കഴിച്ചു പോകാൻ. ഈ സർക്കാരിൽ നിന്ന് വലിയ സഹായങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ റേഷൻ കാര്യങ്ങളൊക്കെ ഒന്നും അവർക്ക് ആവശ്യമില്ല. കാരണം അവർക്ക് കൃഷിഭൂമി പണിയെടുത്താൽ ഇന്ന് തന്നെ കിട്ടാവുന്ന പൈസ ഇതുണ്ട്. ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വീട് മഞ്ഞുകാലം വരുമ്പോൾ വിസ്റ്റാൻഡ് ചെയ്യാൻ ഈ കൊറിഗേറ്റഡ് ഷീറ്റ് ഇങ്ങനെ ഈ രീതിയിൽ റൂഫ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ മറ്റേത് രീതിയിലുള്ള വീടാണെങ്കിലും മഞ്ഞ് വന്ന് ഇരുന്ന് അമ്മിഞ്ഞു പോകുന്നത്. ഈ കൊറിഗേറ്റഡ് ഷീറ്റ് എന്ന ടിൻ ഷീറ്റാണ്. അതിങ്ങനെ മേഞ്ഞാൽ ഇതുമ്പോൾ മഞ്ഞിരിക്കില്ല. അത് കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഉള്ളൊരു ദുശ്ശീലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ ആയിട്ട് ലിക്കർ മാറ്റാൻ ഗവൺമെൻറ് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? അത് എന്തിനാ വെച്ചാൽ ഈ മഞ്ഞിനെ രക്ഷ നേടാനാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഈ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ലിക്കർ ഉണ്ടാക്കുക ഇഷ്ടം പോലെ. ഈ കമ്മിങ് ജനറേഷൻ അടക്കം ഇത് കുടിച്ചിട്ട് അഡിക്റ്റഡ് ആവുകയാണ്, സ്കൂളിലും പോവില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഹിമാലയൻ ഭാഗത്ത് കാണുന്നത്. അതിന് പിന്നെ വീട്ടിൽ കഞ്ചാവ് വളർത്താൻ പെർമിഷൻ ഉണ്ട്, ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം കഴിച്ചാൽ ഈ -20-30 തണുപ്പ് വരുമ്പോൾ അത് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. അതിന്ന് രക്ഷ നേടാനാണ് ഈ ലിക്കറും ഈ കഞ്ചാവ് സാധനങ്ങളൊക്കെ. പക്ഷേ ഇത് ഉപയോഗിച്ച് ഈ പുരുഷന്മാരുടെ ജനറേഷൻ അടിക്കടി നാശത്തിലേക്ക് പോവാണ്. ഇതിനെതിരെ പ്രശസ്തമായ രീതിയിലൊരു സമരം ഹിമാചൽ പ്രദേശിൽ നടന്നു. ഞാൻ ബുക്കിൽ എഴുതിയിട്ടുള്ളത് 6 മാസം ഈ സമരം നീണ്ടു നിന്നു. 6 മാസത്തിനിടയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ സകല ഗതാഗതം അവർ സ്തംഭിപ്പിച്ചു. സ്ത്രീകളാണ് നടു റോട്ടിൽ കുടിൽ കെട്ടി കിടക്കുക, പായി വിരിച്ച്. ഹൈവേ മുഴുവൻ അവർ ഉപരോധിച്ചു. ഹിമാചൽ പ്രദേശിലുള്ള ഏറ്റവും വലിയ ബിസിനസ് അവിടുത്തെ ഉള്ളത് ആപ്പിളാണ്. ആപ്പിള്, പ്ലം തുടങ്ങിയ പഴങ്ങളാണ്. ഇത് മുഴുവൻ കേരളത്തിൽ മുഴുവൻ വരുന്നതും ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. ഈ വക യാതൊരു ട്രക്കും പോകാത്ത മാതിരിയായി ഈ റോഡ്. 6 മാസം ഈ സമരം നീണ്ടു നിന്നു. അവസാനം ഗവൺമെൻറ് അതിൽ അവർ ഒരു പെട്ടിക്കട ഉണ്ടെങ്കിൽ അവിടേക്ക് ലൈസൻസ് കൊടുക്കുക. ലിക്കറിന് ഒരു ചെറിയൊരു പെട്ടിക്കട മതി നിങ്ങൾക്ക്, ലൈസൻസ് കിട്ടും. എന്നിട്ട് ഈ കള്ള സാധനം മാറ്റി കൊണ്ടുവന്ന് ഇഷ്ടംപോലെ ആപ്പിളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ഇത്ര പ്രായമുള്ള കുട്ടികൾ തൊട്ട്
ഈ ലിക്കർ കഴിക്കുക, കൂടെ മറ്റേ മയക്കുമരുന്ന്. ഇങ്ങനെ സ്ത്രീകൾ, പുരുഷന്മാരെന്താ വെച്ചാൽ ഒരു 10, 25, 24 വയസ്സ് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത മാതിരിയായി. ഞാൻ കണ്ടിട്ടുണ്ട്, പലരെയും കണ്ട് ചോദിച്ചിട്ടുണ്ട്. വയ്യ കയ്യച്ചാൽ 5, 6 വയസ്സ് തൊട്ട് ഇതല്ലേ പണി. എന്നിട്ടോ അങ്ങനെ ആരോഗ്യം നശിച്ച് ഒരു ചരക്കായി വീട്ടിൽ കിടക്കുക. ഇതിൻ്റെ ഇടയിൽ 2-3 കുട്ടികളുണ്ടാവും. അവരും ഈ അച്ഛൻ ചെയ്യുന്നത് കണ്ട് മറ്റൊക്കെ ഇത്ര പ്രായത്തിൽ ഇത് കുടിച്ചുകൊണ്ടാണ്. അപ്പം അതിനെതിരെ ഈ സ്ത്രീകൾ അവസാനം രംഗത്തിറങ്ങി. ഇത്തരം ഹൗസ് ടു ഹൗസ് പെർമിറ്റ് കൊടുക്കുന്നത് നിർത്തണം, മദ്യഷാപ്പുകളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആവശ്യം. 6 മാസം നീണ്ടു സമരം. അവസാനം അവർ വിജയിച്ചു. ഞാൻ ബുക്കിൽ എഴുതിയിരുന്നത് വിജയിച്ചു എന്ന് തന്നെയല്ല, ഈ പെട്ടികടകളിലൊക്കെ പെർമിറ്റൊക്കെ നിർത്തി. വീട്ടിൽ വാറ്റാൻ ഉള്ള പെർമിറ്റിനൊക്കെ പരിധി വെച്ചു. ആർക്ക് കിട്ടും? റേഷൻ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടും. അതൊക്കെ മാറ്റി. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ കൃഷിഭൂമികളൊന്നും കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. ആ സമരം വിജയിച്ചതാണ്. അപ്പോൾ ഇതാണ് ബാക്കി പല സ്ഥലത്തും ഹിമാലയത്തിലുള്ള ബുദ്ധിമുട്ട്. ഈ ഏറ്റവും ഇൻറ്റീരിയറായിട്ട് കിടക്കുന്ന വാഹന ഗതാഗതം ഇല്ലാത്ത സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ഇപ്പോഴും ഇത് തന്നെയാണ് ഭീഷണി. പിന്നെ ഇവർക്ക് ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുക്കണം. ഒന്നതുമാതിരി വീട് ശരിയാക്കി കൊടുക്കുക. ഈ വീട് ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 6 മാസം മഞ്ഞുകാലം പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു 30-40 അടിയോളം മഞ്ഞ് വരുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പോൾ നവംബർ അവസാനമാകുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ വീട്ടിൽ കയറി ഒക്കെ എയർ ടൈറ്റാക്കി, പിന്നെ പൈപ്പ് ഒരു 20 അടി പൈപ്പ് മുകളിലേക്ക് 2-3 ഇടും വായു. പിന്നെ വെള്ളത്തിന് മഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുത്തിടും. എന്നിട്ട് ഇത്രയും പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ 6 മാസം ഈ കുടുംബം ജീവിക്കുന്നത്. ഇതിൽ ഭാര്യ, ഭർത്താവ്, 2-3 മക്കൾ, ചിലപ്പോൾ അച്ഛൻ, അമ്മ, 5-6 പേരുണ്ടാവും. ഇവർക്ക് വേണ്ട ഭക്ഷണം മുഴുവൻ 6 മാസമുള്ള ഭക്ഷണം സ്റ്റോർ ചെയ്യണം. അതവർ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതുമാതിരിയുള്ള ഉണക്കി വയ്ക്കുന്ന വെജിറ്റബിൾസ് ഉണ്ട്, അത് ഉണ്ടാക്കണം. ഇതിൻ്റെ ഇടയിൽ 2-3 ആടിനെ നിർത്തും പാല് കറക്കാൻ. പിന്നെ കിടപ്പൊക്കെ ഈ ട്രെയിനിലെ 3 ടയർ മാതിരി സൈഡുകളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഈ എല്ലാ ദ്വാരങ്ങളും എയർ ടൈറ്റ് ആക്കും, സെല്ലോ ടൈപ്പ് പൊട്ടിച്ചിട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ 6 മാസം. വെള്ളത്തിന് എയർ സർക്കുലേഷനൊക്കെ മുകളിൽ ഇതുണ്ട്. വെള്ളം എത്തിയിട്ടായിട്ട് ടാങ്കിൽ വീഴും. കക്കൂസിയും ഇതൊക്കെ അവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ എന്ത് ചെയ്യുന്നവരെന്ന് വെച്ചാൽ ഈ സമയത്താണ് അവർ ഈ കമ്പിളി നൂലുകൾ പ്രോസസ്സ് ചെയ്യുക. അതിനെ പോളിഷ് ചെയ്ത് നൂലാക്കി അമരി ഉപകരണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കമ്പിളികൾ ഒക്കെ ഉണ്ടാക്കൽ ഒക്കെ ഈ സമയത്താണ്. 6-ാം മാസം കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ സെല്ലോ ടൈപ്പൊക്കെ പൊളിച്ച് കഴിഞ്ഞ് വാതിൽ തുറന്നാൽ മഞ്ഞുകട്ടകൾ വെട്ടി തള്ളി കളയണം ചുറ്റുപാടും. എന്നിട്ട് വീട് വാസയോഗ്യമാക്കുന്നു. ഒരു ഭൂകൃഷി പണിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ നിരവധി ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു വീട് ഇതുമാതിരി കോറിഗേറ്റഡ് ഷീറ്റ് ഇട്ട് കൊടുത്താൽ ഒരുപാട് മെച്ചമുണ്ട്. അവർ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാലിന് വേണ്ടി 2-3 ആടുകളെ നിർത്തും. ആ ആടിന് തീറ്റ വേണം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കണം. ഇതിൻ്റെ ഇടയിൽ കമ്പിളി പ്രോസസ്സിങ് നടക്കും, നൂല് ഉണ്ടാക്കും. വരുമാനമുണ്ട്. പക്ഷേ ഒക്കെ ഇതുമാതിരി സ്ട്രഗിളിങ് ആണ് എല്ലാവരും. അപ്പം ഞാനന്ന് ഹിമാചൽ പ്രദേശിലായിരുന്നു.
ഒരു ദിവസം കാലത്ത് ഈ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് തിരിച്ച്, അപ്പോൾ ഞാൻ അവിടെയാണെന്ന് അറിയാം ആൾക്ക്, അപ്പോൾ എന്നാൽ തിരിച്ച് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെടുത്ത മൺഡേ തിങ്കളാഴ്ച ഞാൻ പോലും 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നാൽ നേരെ ഒരു കാര്യം ചെയ്യോ, തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തോളാം, എയർപോർട്ടിൽ വന്ന് വിളിച്ചാൽ ഞങ്ങൾ തുടങ്ങോളാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കാണണമെന്ന് തോന്നുന്നുണ്ടാവും, അതാവും. അപ്പം ഞാൻ പോയിക്കല്ലേ, അപ്പോൾ ആ വിശേഷം ചോദിക്കാനാവുന്നു എൻ്റെ ധാരണ. പിറ്റേ ദിവസം കാലത്താണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. കാരണം ഇങ്ങൊരു രാജമുദ്ര നൽകാൻ തിരഞ്ഞെടുത്തത് തന്നെയാണ്.